ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ. വചനകിരണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. തൻ്റെ ശിഷ്യനായ വിവേകാനന്ദനെ ദൈവ സാന്നിധ്യത്തെക്കുറിച്ച് പഠിപ്പിക്കുകയാണ് ശ്രീരാമകൃഷ്ണ പരമഹംസൻ. എല്ലാത്തിലും ഈശ്വരൻ വസിക്കുന്നുണ്ട്. അതുകൊണ്ട് ഭൂമിയിലുള്ള എല്ലാത്തിലും ഈശ്വര സാന്നിധ്യമുണ്ടെന്നുള്ള ബോധ്യത്തിൽ എല്ലാത്തിനോടും ആദരവോടെ പെരുമാറണം. എന്നാൽ എല്ലാത്തിനും ഈശ്വര ചൈതന്യമുണ്ടെന്ന് കരുതി എല്ലാവരുമായിട്ട് ചെങ്ങാത്തം പാടില്ല. ചെങ്ങാത്തം എപ്പോഴും നല്ല മനുഷ്യരായിട്ടായിരിക്കണം. ദുർജനങ്ങളിൽ നിന്ന് അകന്ന് ജീവിക്കണം. ഇങ്ങനെ പറഞ്ഞു പഠിപ്പിക്കുമ്പോൾ ഒരു കഥ കൂടി അദ്ദേഹം ശിഷ്യനോട് പറഞ്ഞു. ഒരു കാട്ടിൽ താമസിച്ചിരുന്ന സന്യാസിക്ക് ഒരുപാട് ശിഷ്യന്മാരുണ്ടായിരുന്നു. അദ്ദേഹം എപ്പോഴും തൻ്റെ ശിഷ്യന്മാരോട് പറയുമായിരുന്നു, സർവ്വതിലും ദൈവം വസിക്കുന്നുണ്ട്, അതുകൊണ്ട് സർവ്വതിനെയും ആദരിക്കണം. ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ ഒരു ശിഷ്യൻ കാട്ടിൽ വിറക് ശേഖരിച്ചു കൊണ്ടിരിക്കുമ്പോൾ മതമിളകിയ ഒരു ആന വരുന്നുണ്ടെന്നും വഴിയരികിൽ ആരെങ്കിലും നിൽക്കുന്നുണ്ടെങ്കിൽ ഓടി രക്ഷപ്പെടണമെന്നും പറഞ്ഞുകൊണ്ട് ഒരാൾ ഓടി വരുന്നത് കണ്ടു. വിറക് ശേഖരിച്ചുകൊണ്ടിരുന്ന ശിഷ്യൻ സ്വയം പറഞ്ഞു, എല്ലാത്തിലും ദൈവം വസിക്കുന്നുണ്ടെന്നും അതുകൊണ്ട് സർവ്വതിനെയും നമസ്കരിക്കണമെന്നാണ് തൻ്റെ ഗുരു പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് മതമിളകിയ ആനയെ ആദരവോടെ നമസ്കരിക്കുവാൻ ശിഷ്യൻ തയ്യാറായി വഴിയിൽ നിന്നു. ആന ശിഷ്യന്റെ അടുത്തെത്തി തുമ്പിക്കൈയിൽ എടുത്ത് വലിച്ചെറിഞ്ഞു. സാരമായ പരിക്കേറ്റ ശിഷ്യനെ കാണാൻ വന്ന ഗുരു കാര്യം തിരിക്കിയപ്പോൾ ശിഷ്യൻ പറഞ്ഞു, അങ്ങയുടെ വാക്കുകൾ കേട്ട് മതമിളകിയ ആനയിൽ ദൈവ സാന്നിധ്യം ദർശിച്ചതിൻ്റെ പരിണിത ഫലമാണിതെന്ന്. അപ്പോൾ ഗുരു പറഞ്ഞു, മതമിളകിയ ഒരാന ഈ വഴി വരുന്നുണ്ടെന്നും അതുകൊണ്ട് ഓടി രക്ഷപ്പെടാൻ മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് ഒരാൾ വന്നില്ലേ? നീ അവനെ അവഗണിച്ചതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്? മുന്നറിയിപ്പ് നൽകിവന്ന ആ മനുഷ്യനിലും ദൈവസാന്നിധ്യമുണ്ട് എന്നത് എന്തുകൊണ്ട് നീ വിസ്മരിച്ചു? എല്ലാത്തിലും ദൈവസാന്നിധ്യം ദർശിച്ചാൽ എല്ലാവരോടുമുള്ള ആദരവും സ്നേഹവും വളർത്തിക്കൊണ്ടുവരാൻ നമുക്ക് സാധിക്കും. പക്ഷേ അപകടകാരികളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക എന്നതും പ്രധാനമാണ്. ജീവിതത്തിൽ നാം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒന്നാണ് സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുക എന്നത്. എല്ലാവരിലും ദൈവസാന്നിധ്യം ഉണ്ടെന്ന് കരുതി അപകടകാരികളും ദുഷ്ടന്മാരുമായവരോട് കൂട്ടുകൂടിയാൽ അവസാനം നാശമായിരിക്കും പ്രതിഫലം. ജ്ഞാനികളോടുകൂടെ നടക്കാം, നീയും ജ്ഞാനിയാകും. ഭോഷന്മാർക്ക് കൂട്ടാളിയായവനോ വ്യസനിക്കേണ്ടി വരുമെന്ന് സദൃശ്യവാക്യങ്ങൾ 13:20 പറയുന്നു. എല്ലാവരിലും ദൈവസാന്നിധ്യം ദർശിച്ചാൽ മാത്രം പോരാ, ദൈവം നൽകിയിരിക്കുന്ന ജ്ഞാനവും വിവേകവും ജീവിതത്തിൽ ഉപയോഗിക്കുക എന്നതും പ്രധാനമാണ്. ശത്രുതാ മനോഭാവം പുലർത്തുന്ന, അസൂയയും വൈരാഗ്യം പിന്തുടരുന്ന ദുശീലങ്ങൾ കൂട്ടായിട്ടുള്ളവരോട് ചങ്ങാത്തം പുലർത്തിയാൽ നമ്മുടെ ജീവിതവും അതുപോലെയായിത്തീരും. വിവേകമതികളായി നല്ല ചങ്ങാതികളെ സമ്പാദിക്കുവാൻ ഏവർക്കും ഇടയാകട്ടെ. ശുഭദിനം നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. യേശുവിലൻ തോഴനെ കണ്ടേ, എനിക്കെല്ലാമായവനേ, 10,000ങ്ങളിൽ ഏറ്റം സുന്ദരനേ, ശാരോനിൻ പനിനീർ പുഷ്പം, അവനെ ഞാൻ കണ്ടെത്തിയേ, 10,000ങ്ങളിൽ ഏറ്റം സുന്ദരനേ, 10,000ങ്ങളിൽ ഏറ്റം സുന്ദരനേ. തുമ്പം ദുഃഖങ്ങളതിൽ ആശ്വാസം നൽകുന്നു, എൻ ഭാരമെല്ലാം ചുമക്കാമെന്നേറ്റതാൽ, ശാരോനിൻ പനിനീർ പുഷ്പം, അവനെ ഞാൻ കണ്ടെത്തിയേ, 10,000ങ്ങളിൽ ഏറ്റം സുന്ദരനേ, 10,000ങ്ങളിൽ ഏറ്റം സുന്ദര